for attendance. കഴിഞ്ഞ ദിവസം എടുത്തത് ആഡിങ് 1 ഡിജിറ്റ് നമ്പേഴ്സ് ആണ്. കുറെ ഹോംവർക്ക് ഉണ്ടായിരുന്നു. കുറച്ചു പേര് മാത്രമേ എഴുതിയിട്ട് സെൻഡ് ചെയ്തിട്ടുള്ളൂ. ഓൺലൈനിൽ മാത്രം ഉണ്ടായിരുന്ന സ്റ്റുഡൻസ്. ഓഫ്ലൈൻ വന്നിരുന്നവരൊക്കെ ഇവിടെ നിന്ന് തന്നെ ചെയ്തിട്ടുണ്ട് കുറെ പേര്. അപ്പൊ അത് ചെയ്തിട്ട് അയക്കാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ എഴുതി സെൻഡ് ചെയ്യുക കേട്ടോ. ആഡിങ് 1 ഡിജിറ്റ് നമ്പർ. Then today we are going to learn page number 142. Adding a 2-digit number and a 1-digit number. Today we learn how to add a 2-digit number plus a 1-digit number. Okay. Yes. Okay, listen. 2-digit number plus a 1-digit number. Page number 142. Adding a 2-digit number and a 1-digit number. Listen. 12 plus 5. So, look at the page 142. There, a set of pencil is there. A set of 10 pencils. നമ്മൾ മാത്സ് ഇപ്പൊ ഏത് സെമിസ്റ്റർ എടുക്കുന്നേ? 1 അല്ലേ? നമ്മുടെ ഓഫ്ലൈൻ സ്റ്റുഡൻസ് ഓൺലൈൻ സ്റ്റുഡൻസിന് നമ്മള് 2 സ്റ്റാർട്ട് ചെയ്യാനുള്ളത് ആയിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ്. എന്താണ്? യെസ് യെസ്. ഇതൊക്കെ പഠിച്ചില്ല, അതുകൊണ്ട് ലീവ് ആയിട്ടെ. നോ നോ നോ. ലിസൺ. പഠിച്ചോ ഏഞ്ചൽ? എല്ലാം പഠിച്ചോ ഏഞ്ചല്? യെസ്. ഓക്കെ, then listen. ലീവ് ചെയ്യാൻ പാടില്ല. ഇവിടെ ശ്രദ്ധിക്കുക കേട്ടോ. ആൻസർ എത്രയാ ഏഞ്ചല്? 12 plus 7. ഏഞ്ചൽ, please unmute. I can't watch the video. Please unmute. 12 plus 7. 17. മിസ്സിന് അറിയായിരുന്നു. പറയുള്ളൂ. അതുകൊണ്ടാ മിസ് 12 plus 5 ചോദിക്കാതിരുന്നേ. 12 plus 7 എത്രയാണ് ആൻസർ ഏഞ്ചൽ? Listen, please unmute. Listen here. Angel, look at me and listen here. 19. ഇവിടെ ശ്രദ്ധിക്കട്ടോ. എല്ലാം പഠിച്ചു എന്ന് പറഞ്ഞതല്ലേ ഏഞ്ചലെ? പിന്നെന്താണ് ആൻസർ ചെയ്യാൻ പറ്റാത്തത്? Listen here. 12 plus 7 is equal to 19. So how to add a 2-digit number plus a 1-digit number? Okay. So here is a set of 10 pencil. Okay. Look at your textbook. There is a set of 10 pencils. Okay. Sorry, 10 and 2 pencil more. That is 12 plus 5 pencils more. That means 12 plus 5. So we want to add this number in a simple way. So listen how to add this number. Then we can add this to draw lines and count. Okay. First we add the side of ones. So there is 2 sides, 1 side and the 10 sides. So the left side is, so the right side is 1 side and the left side is 10 side. So we add first this 1 side. Okay. 2 plus 5. We want to add first this 2 plus 5. Okay. 2 plus 5. Listen. Add 2 line. 1,
2. 2 plus 5. 1, 2, 3, 4, 5. 2 plus 5. Then count the total lines. 1, 2, 3, 4, 5, 6, 7. That means 2 plus 5. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ആഡ് ചെയ്യാം. ഫസ്റ്റ് 2 ലൈൻ കൊടുക്കുക. എന്നിട്ട് ഏതൊക്കെ നമ്പേഴ്സ് ആണോ കൗണ്ട് ചെയ്യേണ്ടത് ആ നമ്പേഴ്സിന് മാച്ച് ചെയ്യുന്ന ലൈൻസോ ഡോട്ടോ എന്തെങ്കിലും കൊടുക്കാം നമുക്ക്. എന്നിട്ട് എന്ത് ചെയ്യാം, അതിനെ ടോട്ടൽ ലൈനിനെ അല്ലെങ്കിൽ ടോട്ടൽ ഡോട്ടിനെ നമ്മൾ count ചെയ്യുക. 12 plus 5. First we want to add 2 and 5. The one side. This is the side of 1. 1 in the side ആണല്ലേ. അവിടെ ഉള്ളത് എന്താണ്? 1 in the side ആണ്. Then 2, 5. ആദ്യം നമ്മൾ ഇത് രണ്ടും ആഡ് ചെയ്യണം അല്ലേ. 2 ones and 5 ones is 7. Yes. Miss, page number എത്ര? Page number 142. Okay. Semester 1. Semester 1, 142. Okay. Then 5 is equal to 5. That's 2 plus 5 equal to 5 equal to 7. Then 10 side എന്താണ്? 1 മാത്രമേ ഉള്ളൂ അല്ലേ. Then നേരെ ആ 1നെ എന്ത് ചെയ്യാ നമ്മള് താഴെ എഴുതുക. 17. The answer is 17. Okay. 12 plus 5 is equal to 17. Then again listen. Next 14 plus 5. Miss, note എഴുതണോ? വേണ്ട. Okay. Okay, teacher. 14 plus 5. Okay. Then first we add. How to add this, Kashinath? How to add these numbers? ഈ നമ്പേഴ്സിനെ നമ്മൾ എങ്ങനെ ആഡ് ചെയ്യും? ആദ്യം നമ്മൾ ഏതൊക്കെ നമ്പേഴ്സ് ആഡ് ചെയ്യണ്ടേ? 1ന്റെ സൈഡ് ആഡ് ചെയ്യണം അല്ലേ. സോ ഏതൊക്കെയാണ് 1ന്റെ സൈഡിലുള്ള നമ്പേഴ്സ്? Forty. 4 and 5 അല്ലേ one സൈഡിലുള്ളത്. 4 and 5. Okay. So we want to add 4 plus 5. 4 plus 5 എത്രയാണ്? 4 plus 5. How to add? Listen. 4, 5 നമുക്കല്ലേ. There is 4 stars. 1, 2, 3, 4. Plus 5 stars. 1, 2, 4, 5. 9. So count the total number. 4 plus 5. 1, 2, 3, 4, 5, 6, 7, 8, 9. So the answer is 9. 4 plus 5 is equal to 9. Then we want to add the 10 side. 1. ഒരു 10ന്റെ സൈഡിൽ എന്താണ്? 1 ഉണ്ട്. Then താഴെ 0 ആണല്ലേ. Only 5. So the 1 നമ്മൾ നേരെ താഴെ എഴുതുക അല്ലേ. നേരെ താഴെ ആ 1നെ എഴുതുകയാണ് വേണ്ടത്. Okay. So the answer is 19. Okay. 19. Okay.
ഇതുപോലെ എന്ത് ചെയ്യാം, ടെക്സ്റ്റ് ബുക്കിൽ ബാക്കിയും തന്നിട്ടുണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യാൻ. 2 ഡിജിറ്റ് പ്ലസ് 1 ഡിജിറ്റ്. നമ്മൾ കഴിഞ്ഞ ദിവസം 1 ഡിജിറ്റ് പ്ലസ് 1 ഡിജിറ്റ് ആണ് പഠിച്ചത്. ദെൻ 2 ഡിജിറ്റ് പ്ലസ് 1 ഡിജിറ്റ്. ഓക്കെ, 2 ഡിജിറ്റ് പ്ലസ് 1 ഡിജിറ്റ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ആഡ് യൂസിങ് ദ നമ്പർ സ്ട്രിപ്പ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. 142ലും ഉണ്ട്, 143ലും ഉണ്ട്. ഇത് നോട്ട്ബുക്കിൽ ചെയ്ത് മിസ്സിന് സെൻഡ് ചെയ്ത് തരണം. ഈ രണ്ട് പ്രോബ്ലവും ഇവിടെ ഉള്ളതും ഇവിടെ ഓൾറെഡി ഓഫ്ലൈനിൽ വന്നിട്ടുള്ളവർ ചെയ്തിട്ടുണ്ട്. ഇതും ഇതും രണ്ട് പേജസും 143 ആൻഡ് 142 ആൻഡ് 143 ഇന്ന് തന്നെ ചെയ്തിട്ട് മിസ്സിന് മുഴുവൻ പേരും സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടാവണം നോട്ട്ബുക്കിൽ. ഓക്കെ, ദെൻ രണ്ടും ആഡ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, മിസ്സിന് സെൻഡ് ചെയ്യാം. ഓക്കെ, ஸ்கூல் வச்சு சொன்னாங்க இவங்க என்ன செய்யணும் மீட்டிங் வச்சாங்கல எழுதுவாங்க சொன்னாங்க. 142 വരുന്നുള്ളൂ മിസ്. അത് അതിനുശേഷം കഴിഞ്ഞിട്ടില്ല മാത്സ്. അത് 150 വരെ എഴുതിയിട്ടുണ്ട്. അവിടെ ഞാൻ ചോദിച്ചത് ആരാണ്? മിസ്സേ എന്താണ് മോളെ? Then there is another step to solve this problem. So listen. മിസ്സേ പേജ് നമ്പർ എത്ര? After 143 is 144. കേട്ടോ, 143 കഴിഞ്ഞിട്ട് 144 ആണ് ഇപ്പൊ പറയുന്നത്. ലിസൺ അമ്ന, നമ്മൾ അതൊക്കെ ചെയ്തിട്ടുണ്ട്. അമ്ന, നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. Listen, there is a problem and how to solve this. The same is 2 digit plus 1 digit ആണ്. Page number 144. Listen, Radha has 36 bangles. 36 bangles. So listen, 36 bangles. And her aunt gave her 3 more. Her aunt gave her 3 more bangles. 3 more bangles. And now Radha has 36 plus 3 bangles. 36 plus 3. So what is the total number of bangles Radha have? Okay, we want to find out the total number of bangles Radha have. So Radha has 36 bangles. She has 36 bangles in her hand. What is bangles? Bangle. എന്താണ് ബാങ്കിള്? വള. വള അല്ലേ? വളയാണ്. രാധയ്ക്ക് 36 വളകളുണ്ട്. Then her aunt, അവളുടെ ആന്റി വന്നപ്പോ എന്ത് ചെയ്തു? Gave her 3 more bangles. She gave her 3 more bangles. Then add 36 plus 3. We want to find out the total number of bangles. രാധയ്ക്കുള്ള ആകെയുള്ള വളകളാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ? 36 വള ഉണ്ടായിരുന്നു. 36 ബാംഗിൾസ് ഉണ്ടായിരുന്നു. ആന്റി വന്നപ്പോ 3 വളകൾ കൂടി കൊടുത്തു. അപ്പൊ ടോട്ടൽ എത്ര വളയുണ്ട് എന്നാണ് നമ്മൾ ഫൗണ്ട് ചെയ്യേണ്ടത്. ഇതെങ്ങനെയാ ചെയ്യാ? ഇതിന്റെ ഒരു സ്റ്റെപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് നമ്മള് എന്ത് ചെയ്യാ? 36 plus 3 ചെയ്യാ അല്ലേ? ഇതിനെ നമ്മളിങ്ങനെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് ഈസ് നോക്കാം. ദിസ് സൈഡ് മിസ് ഇപ്പൊ പറഞ്ഞത് തന്നെയാണ്. മിസ് അത് കുറച്ച് നേരത്തെ പറഞ്ഞേ ഉള്ളൂ. ഇറ്റ് ഈസ്
10 side, okay, 10, and the other side is 1, okay, 1. 10ന്റെ സൈഡും ഉണ്ട് ഇവിടെ, 1ന്റെ സൈഡും ഉണ്ട് അല്ലേ. നമ്മൾ ഇങ്ങനെ രണ്ട് പാർട്ട് ആക്കുക തന്നിട്ടുള്ള പ്രോബ്ലത്തിനെ. Add the ones. So the first step is, so step 1 is step 1. Add the ones. Add the ones. Okay. Then which are the numbers in one side? Samajna, 1ന്റെ സൈഡിലുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ് ഈ പ്രോബ്ലത്തില്? 6 and 3. Yes, 6 and 3. There is 6 and 3 in the side of 1. 36. 36 plus 3. So first 6 ഉം 3 ഉം ആണ് 1ന്റെ സൈഡിലുള്ളത്. So we want to add 6 plus 3. How to add 6 plus 3? So നമുക്കിവിടെ let us draw 3 and 6 bangles. 1, 2, 3, 4, 5, 6. Then 6, then plus 3. 3 bangles, 3 more bangles. 1, 2, 3. Okay. So 6 and 3 in the side of 1. So we want to add this 6 plus 3. So 1, 2, 3, 4, 5, 6, 7, 8, 9. Okay. Let's count the total number of bangles we draw here is first 1, 2, 3, 4, 5, 6, 7, 8, 9. So 6 plus 3 is equal to 9. It is 9. Then add the tens. Add the tens. Okay. 10 in the side നമ്മൾ add ചെയ്യാണ് വേണ്ടത്. Then 3. 3 and 10 in the side 1 digit number ആയതുകൊണ്ട് എന്താണ് ഒരു സൈഡിൽ മാത്രമേ ഒരു നമ്പറിൽ മാത്രമേ 10 in the side ഉള്ളൂ അല്ലേ. Then next is എന്താണ് step 2. Step 2 add the tens. Add the tens. Okay. Then how to add 30 ആണ് ഇനി അവിടെ ഉള്ളത് അല്ലേ. 36 6 plus 3 നമ്മൾ ആഡ് ചെയ്തു. Then 3 മാത്രമാണ് ഉള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിൾ വേയിൽ നമുക്ക് എന്ത് ചെയ്യാം? താഴെ ഉള്ളത് നോക്കാം. 36 plus ഈ സൈഡിൽ ഒന്നും ഇല്ല അല്ലേ. ഒരു സൈഡിൽ 3 ഉണ്ട്. 3 then ഇവിടെ എന്താണ് ബ്ലാങ്ക് ആണ് അല്ലേ. ഇവിടെ 0 ആണ്. 0 നത്തിങ്. 10 ന്റെ സൈഡിൽ ഒന്നുമില്ല. ഓൺലി 2 digit plus 1 digit ആയതുകൊണ്ട്. So
36 plus 3 ആണ്. 6 plus 3 നമ്മൾ 9 എന്ന് എഴുതി. then ഈ 3 നമ്മൾ എന്ത് ചെയ്യുക? നേരെ താഴെ എഴുതുക. നേരെ താഴെ നമ്മൾ ആ 3 എഴുതാണ് ചെയ്യേണ്ടത്. ഓക്കെ, 3 39. Okay, 36 plus 3 is equal to 39. So ഇങ്ങനെ രണ്ട് സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ചെയ്യാം. Okay, then 36 plus 3 is equal to 39. ഇങ്ങനെ രണ്ട് സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാം. ഈസി ആയിട്ട് എന്ത് ചെയ്യാം? കൗണ്ട് ചെയ്തിട്ട് നമ്പേഴ്സ് ലൈൻസ് കൊടുത്ത് കൗണ്ട് ചെയ്തിട്ടും ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. then add the ones and add the tens. 2 സ്റ്റെപ്പ് ആണ്. ഫസ്റ്റ് നമ്മൾ 10ന്റെ 1ന്റെ സൈഡ് ആഡ് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ 10ന്റെ സൈഡും ആഡ് ചെയ്യുക. ഓക്കെ, ക്ലിയർ? Yes. Yes. Okay. Yes. Yeah. Okay. ഇനി നമുക്ക് ഉള്ളത് കുറച്ച് പ്രോബ്ലം അവിടെ തന്നിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള പ്രോബ്ലം നിങ്ങൾ അവിടെ തന്നെ ഫില്ല് ചെയ്യുക കേട്ടോ. മാക്സിമം നമ്മൾ നോട്ടും രണ്ടും കൂടെ എഴുതി പോകാനുള്ള ഒരു ടൈം നമുക്കില്ല. അപ്പൊ എന്ത് ചെയ്യുക? ടെക്സ്റ്റിൽ തന്നിട്ടുള്ള സ്പേസിലുള്ളത് അത് അവിടെ തന്നെ ഫില്ല് ചെയ്യുക നിങ്ങൾ. നമുക്ക് ഇനിയും ഒരു സെമസ്റ്റർ കൂടെ ഉണ്ടല്ലോ, നമ്മൾ പെട്ടെന്ന് തന്നെ തീർക്കേണ്ടതുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം? ടെക്സ്റ്റ് ബുക്കിൽ സ്പേസ് തന്നിട്ടുള്ളടുത്ത് അവിടെ തന്നെ ഫില്ല് ചെയ്യുക. ദെൻ അനദർ പ്രോബ്ലം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 20 മിസ് ചോദിക്കാം ഒരാളോട് ഇതെങ്ങനെയാ ചെയ്യാന്ന്. ഓരോരുത്തരായിട്ട് ആൻസർ ചെയ്യാം. Twenty plus 6. Godwin, how to solve this? 20 plus 6. ഫസ്റ്റ് നമ്മൾ 26. എങ്ങനെയാണ് നമ്മൾ ഇത് ആഡ് ചെയ്യുക? ഫസ്റ്റ് we want to add the side of 1. Okay, onesന്റെ സൈഡ് നമ്മൾ ആദ്യം ആഡ് ചെയ്യാം. അതെങ്ങനെ? അല്ലേ? 62. എന്താണ്? 26. 0 plus 6 എത്രയാണ്? 6 plus 0 6. then 2 നേരെ നമ്മൾ താഴെ എഴുതി അല്ലേ? അതായത് 20. അതുപോലെ ടെക്സ്റ്റിലുള്ള പ്രോബ്ലം നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, then 2-digit number plus 2-digit number ആണ് ചെയ്യാനുള്ള ഇനി നമുക്ക് പഠിക്കാനുള്ളത്. നമ്മളിപ്പോ 1-digit numbers together, that means 1 digit plus 1 digit, 2 digit plus 1 digit, then 2 digit plus 2 digit. Okay, 2-digit number together എങ്ങനെ ചെയ്യും നോക്കാം. Look at that. Adding 2-digit numbers. Page number 145. ആദിനാഥേ, എന്താണ് ആദിനാഥേ? ഇത് ശ്രദ്ധിക്കുന്നുണ്ടോ?
Yes. എന്താണ് ഒരു വിഷമം? വിഷമമൊന്നുമില്ല. വിഷമൊന്നുമില്ലേ? സ്കൂള് പൂട്ടിയതിൽ വിഷമുണ്ടോ? Yes. ഉണ്ടോ? Okay. Then listen. Aman has 35 cherries and Ankit has 22 and there are 35 plus 22. 2 numbers തന്നാൽ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം ആ രണ്ട് നമ്പേഴ്സിനെയാണ് ആഡ് ചെയ്യേണ്ടത് അല്ലേ? അപ്പൊ നമ്മൾ ആദ്യം അതിനെ 35 plus 22 എന്ന് എഴുതി. Then first we want to add the one side. Nazim, എങ്ങനെ ഇത് ആഡ് ചെയ്യാ നസീം? ആൻസർ പറയണ്ട, ആദ്യം എങ്ങനെ ആഡ് ചെയ്യുക? ആദ്യം ഏതൊക്കെ ആഡ് ചെയ്യണ്ടേ? 5 plus 2. 5 plus 2 നമ്മൾ ആദ്യം ചെയ്യണം അല്ലേ? 5 plus 2 എത്രയാണ്? 5 plus 2 നമുക്ക് ഈസി വേയിൽ എന്ത് ചെയ്യാം? വിത്ത് കൗണ്ട് വിത്ത് യൂസിങ് യുവർ ഫിംഗർ. 5 plus 2 2 5 finger plus 2 7. That is 7. Then next ഇനി എന്ത് ചെയ്യണം നമ്മള്? ഇനി എന്താ ചെയ്യണ്ടേ? ഓക്കെ, 5 plus 2 7 കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? 3 plus 2 നമ്മൾ ചെയ്യണം അല്ലേ? 3 plus 2 5. യെസ്. നേരത്തെ എന്തായിരുന്നു? 10ന്റെ സൈഡില് ഒരു നമ്പറേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ 10ന്റെ സൈഡിൽ രണ്ട് നമ്പർ ഉണ്ട്. ദാറ്റ് മീൻസ് we adding 2 digit number together. So 3 plus 2 നമ്മൾ ചെയ്യണം. 3 plus 2 ഈസി ആയിട്ട് ഫിംഗേഴ്സ് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാം. 3 plus 2 fingers total 5. 3 plus 2 is equal to 5. So the answer is 57. Okay, 35 plus 22. First we add the 10 side, then we add the first we add the one side, then 10 side, then 35 plus 22 is equal to 57. 57. So write the answer there. ടെക്സ്റ്റ് ബുക്കിൽ അവിടെ ആൻസർ എഴുതാനുള്ള സ്പേസ് ഉണ്ട്, അവിടെ ആൻസർ എഴുതണേ. എഴുതിയിട്ടില്ലാത്തവര് 35 plus 22 പേജ് നമ്പർ 145 ഇതാ കുറെ ചെറീസിന്റെ പിക്ചർ കൊടുത്തിട്ട് അവിടെ നമ്മൾ 57 എന്ന് എഴുതുക. Then നെക്സ്റ്റ് അവിടെ സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 എന്ന് കൊടുത്തിട്ടുണ്ട്. അത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്നത് തന്നെയാണ്. ആദ്യം നമ്മൾ 5 7 ചെയ്തു, അതാണ് സ്റ്റെപ്പ് 1. Sorry, 5 plus 2 step 1. Then step 2 3 plus 2. Adana step 2. Okay. Then again another problem. Next ഒരു പ്രോബ്ലം കൂടെ ചെയ്യാം. 44 plus 23 plus 23. So Afreen, how to add these numbers? How to add? Answer അല്ല പറയേണ്ടത്, സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 അങ്ങനെയാണ് പറയേണ്ടത്. സ്റ്റെപ്പ് 1 നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് സ്റ്റെപ്പ് ആദ്യം ഏതൊക്കെ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യണ്ടേ? 4 plus 3. യെസ്, 4 plus 3 നമ്മൾ ആദ്യം ചെയ്യണം അല്ലേ? 4 plus 3 എത്രയാണ്? 4 plus 3 7. 7. Then step 2 നമ്മൾ എന്ത് ചെയ്യണം? നെക്സ്റ്റ് എന്താ? ഇനി ഏതെല്ലാം? 4 plus 2. 4 plus 2 4 plus 2 എത്രയാണ്?
6. 6. Okay. So the answer is 67. So ഈ നമ്പേഴ്സ് ആഡ് ചെയ്ത് എഴുതുമ്പോ എന്ത് ചെയ്യണം എന്നറിയോ? കറക്റ്റ് ആ നമ്പേഴ്സിന് താഴെ തന്നെ വേണം. ആദ്യം നമ്മൾ 1ന്റെ സൈഡ് ആഡ് ചെയ്തിട്ടുള്ളതെങ്കിൽ 4 + 3 നമ്മൾ ആഡ് ചെയ്തല്ലോ. 7 എന്നുള്ളത് ആ 4ന്റെയും 3യുടെയും നേരെ താഴെ തന്നെ എഴുതണം കേട്ടോ. എഴുതുമ്പോ അല്ലാതെ കുറെ ഇങ്ങോട്ട് ഇതാ ഇങ്ങനെ മാറ്റി ഒന്നും എഴുതരുത്. കുറെ മാറ്റിയിട്ടൊന്നും എഴുതരുത്. 4 3 എന്നുള്ളതിന് താഴെ 7 എഴുതുക. then 4 + 2 എന്നുള്ളതിന് താഴെ 6ഉം എഴുതുക. 67. then next, okay Afrin, the next one, 52 plus 11. Shrita, how to add these numbers? Step 1 and step 2. Shrita, please unmute. Shrita, ഇവിടെ പോയി. ഓക്കെ ശ്രദ്ധ, ഈ നമ്പേഴ്സിനെ നമ്മൾ എങ്ങനെയാണ് ശ്രദ്ധ? 2 + 1 നമ്മൾ ആദ്യം ചെയ്യണം അല്ലേ? 2 + 1 എത്രയാണ്? 3. 2 + 1 = 3. then next step, step 2. 5 + 1. 5 + 1 ആരാ പറഞ്ഞിരുന്നത്? 1 6. 5 + 1 6. so the answer is 63. yes 63. okay. മിസ് ഇപ്പോ ഇവിടെ എഴുതുന്നോണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോകുന്നത്. നിങ്ങൾ എഴുതുമ്പോ കറക്റ്റ് എഴുതുന്നതിന്റെ താഴെ തന്നെ എഴുതണം കേട്ടോ.